പോയത് പോയി, ഇനി പോവാതെ നോക്കിയാ പോരെ. ഇനി പോവാനൊന്നും ബാക്കിയില്ല മെമ്പറേ. ബാങ്കിൽ ആകണ്ടായ 50,000 റുപ്യാണ് ആ കള്ള ഹിമർ അടിച്ചുകൊണ്ടുപോയത്. സർക്കിളിനോട് ഞാൻ സംഗതി പറയാം, പക്ഷെ അതിനെ കൊണ്ടൊന്നും പൈസ തിരിച്ചിട്ടാൻ പോകില്ല. അങ്ങനെ പറയല്ലേ മെമ്പറേ, എത്ര കാലത്തെ ചോര നീരാന്നറിയത്. ഇന്റർനെറ്റ് ബാങ്കിങ് തട്ടിപ്പല്ലേ, നമുക്ക് സൈബർ സെല്ലിനെ ഒന്ന് സമീപിച്ചു നോക്കാം. ഒരേല് വിവരമില്ലാത്തവരുണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ വന്നു പെടൂലേ. പാത്തുമ്മേന്റെ സ്ഥാനത്ത് മൂസയാണെങ്കിലും ബാങ്കിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോ ഡീറ്റെയിൽസ് കൊടുത്തു. ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. പാത്തുവിനെ നമ്മൾ ഒരുപാട് ചീത്തറിഞ്ഞു, പാവോ. MP-മാരും MLA-മാരും വരെ ഇമ്മാര് ഇന്റർനെറ്റ് തട്ടിപ്പ് പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ കാര്യത്തിൽ അത്ര അത്ഭുതമൊന്നും പറയാനില്ലല്ലോ മെമ്പറേ. ATM കാർഡൊന്നുണ്ടാ? അക്കൗണ്ടിൽ 5 പൈസ ഇല്ല, പിന്നെ എന്തിനുണ്ടാവുക? ഉപ്പച്ചിയെ കാർഡിട്ട് പൈസ എടുക്കാനൊന്നുമല്ല, ഉപ്പച്ചിന്റെ പൈസ പോയ വഴി നോക്കാനാണ് കാർഡ് ചോദിച്ചത്. അതിപ്പോ സൈബർ സെല്ലിൽ കൊടുക്കാൻ പോവുക അന്വേഷണത്തിന്. ഞാനും ചെറുതായിട്ടൊരു സൈബർ വിദഗ്ധനാണ്. എന്റേതായ നിലയ്ക്ക് ഞാനും ഒന്ന് നടത്തി നോക്കട്ടെ. ഈ കാർഡ് കൊണ്ട് എന്താക്കാനാണ്ടാ? കാർഡരിക്കും നമ്പർ ചെക്കൻ കേസ് തെളിയിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കാൻ തോന്നല്ലോ. ഓന്റെ ഒരു ഭ്രാന്ത്, അല്ലാണ്ട് എന്താ അറിയാനാ. ഉപ്പച്ചിയെ തെളിയിച്ചങ്ങൾ എനിക്കെന്താ തരിക? അക്കൗണ്ട് ഒന്ന് പോയിന്റ് പൗതി എനിക്ക് തരും. അപ്പോ 25,000 റുപ്യ വരും. ശരിയാക്കാം. റിസ്വാൻ ആരാന്ന് വെക്കുന്നു? അല്ല മൂസേ, ഇനി ഇവൻ തന്നെയായിരിക്കും പൈസ വലിച്ച്. ഏയ് ഓനാവൂല. ബാങ്കിൽ നിന്ന് പൈസ പോയി പറഞ്ഞപ്പോഴാവുമ്പോ ഇവരറിയണേ അക്കൗണ്ട് പൈസ ഉണ്ടെന്ന്. ഏതായാലും സൈബർ സെല്ലും കൂടി ഒന്ന് കൊടുത്താളാ. അത് ശരിയാ. ഇനി പരാതി കിട്ടാണ്ടായിട്ട് അന്വേഷണം ഇല്ലാണ്ട് എന്തൊക്കെ ഉണ്ടെന്ന്. എന്തായടാ എന്റെ അന്വേഷണമൊക്കെ? എന്തേലും തുമ്പുട്ടിയോ? ഏതൊരു കേസിൽ ഒരു കുറ്റവാളി ഒരടയാളമെങ്കിലും ബാക്കി വെച്ചു. ഞാനത് കണ്ടുപിടിച്ചു. അന്നോട് സിനിമ ഡയലോഗ് പറയാനില്ല പറഞ്ഞേ. ഈ റിസ്വാൻ ഒരു കേസേറ്റെടുത്താ അത് തെളിയിച്ചിരിക്കത്താത്ത. നീ ആരാ, സേതുരാമയ്യർ CBI-യോ? അതുക്കും നീതേ. ഇങ്ങനെ സ്വയം പൊങ്ങി ഒരു വാലും തുമ്പില്ലാത്ത കേസ് ഇജ്ജ് ഇങ്ങനെയാണ് തെളിയിക്കാൻ പോന്നേ? ഒക്കെ കാത്തിരുന്ന് കാണത്താത്ത. അതൊക്കെ സസ്പെൻസ് ആണ്, സസ്പെൻസ്. മോനെ റിസ്മോനെ, എന്തെങ്കിലും തുമ്പ് കിട്ടിയോ എനിക്ക്? ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങോട്ടൊക്കെ എങ്ങനെങ്കിലും എന്റെ ബുദ്ധി വെച്ച് ഒന്ന് അന്വേഷിക്കി. 2 ദിവസമായി മെച്ചിയേം തിന്നിയില്ല. 1 2 ഒന്നല്ല 50,000 റുപ്യ മോനെ പോയത്. അല്ല അനക്ക് ഇനി അന്വേഷണത്തിന് എത്ര ദിവസം കൂടി വേണം? ഇവിടെ എല്ലാരും തീരുന്ന കഴിയാണെന്ന് അറിയാലോ അനക്ക്. എനിക്ക് ഒരു അസൽ സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ കേസ് തെളിയിക്കും. അല്ല ആന്റിന്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അല്ലേ? അതൊന്നും പോരാ. പിന്നെ എനിക്ക് അങ്ങനത്തെയാ മാണ്ടിയ്. എനിക്ക് മാമന്റെ കയ്യിലുള്ള പോലൊന്ന് വേണം. അതിൽ അഡ്വാൻസ് ആയിട്ട് ചില ഓപ്ഷൻസ് ഉണ്ട്, സ്പീഡുള്ള നെറ്റും ഉണ്ട്. എന്നാ പിന്നെ ഈ മാമന്റെ അടുത്ത് പോയിട്ട് മൈൻ കൊണ്ടുപോരി. ഉമ്മച്ചേ നിങ്ങൾ വിളിച്ചാ മതി. ഞാൻ ഇന്റർനെറ്റ് തട്ടിപ്പ് കേസ് തെളിയിക്കാൻ പോവാണ്. പൈസ തട്ടിപ്പുകാരടുത്ത് നിന്ന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാ അതിന്റെ 10% വരെ മാമയ്ക്ക് കൊടുക്കാന്ന് ഉമ്മച്ചി പറയും. കമ്മീഷൻ കിട്ടും പറഞ്ഞാലോനെ എപ്പ ഇവിടെ എത്തി പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് വന്നാ മതി എന്ന് പറയല്ലേ? ആയിക്കോട്ടെ. മൊബൈല് കണ്ണും മൂക്കും പോലുള്ള ഒരു അവയവാണോ നീ? എന്താണെങ്കിലും എടുക്കാൻ മറക്കൂല. എന്നാ ഞാൻ ഇപ്പൊ തന്നെ പറയാം. ആയിക്കോട്ടെ. ഉമ്മച്ചി വിളിച്ചു പറഞ്ഞു ചെല്ലി. മുറ്റത്ത് മുഴുവൻ ഇങ്ങനെ മുറുക്കി തുമ്പുക. അനക്കെന്തേത്ത് 60 വയസ്സായിക്കണോ? ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഉമ്മച്ചേ. മുറുക്കി തുപ്പാണെന്ന് അന്വേഷണം നടക്കൂലേ? അന്വേഷണത്തിലെ തെറ്റായ നിഗമനങ്ങളാണ് ഞാനിങ്ങനെ മുറുക്കി തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഇജ്ജെന്താ ഫാൻസി ഡ്രസ് മത്സരത്തിന് പോകുന്നുണ്ടോ? ഈ വേഷത്ത് കണ്ടാൽ ഏതൊരു കുറ്റവാളി ഒന്ന് പതറും. അതിന് പൈസ തട്ടിയ ആള് എന്റെ മുന്നിൽ വന്ന് നിന്ന് തരുവോ? സമർത്ഥനായ ഒരു കുറ്റാന്വേഷകന്റെ മുന്നിൽ ഒരു പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കും ഏതൊരു കുറ്റവാളി. മനസ്സിലായോ? ചെക്കനെന്താ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ടോ? കുറെ നേരമില്ല വായിക്കൊള്ളാത്ത വർത്താനം പറയണ്. ഇന്നിവിടെ ഒരു നാടകം നടക്കും. ഇന്ന് കേസ് തെളിച്ചാ എനിക്ക് കിട്ടാൻ പോകുന്നത് 25,000 റുപ്യ. അല്ലോ ബിജിയെ? 25 50 തന്നെ എടുത്തോ. പോലീസ് തോറ്റെടുത്ത് നീ എങ്ങനെ കേസ് തെളിക്കാൻ പോന്ന്? യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ താത്ത. കാണാം.
ഈ എന്ത് തന്റെ നാടത്തിൽ അഭിനയിക്കാൻ പോകുന്നു? ഓ സേതുരാമയ്യർ CBI ആണ്. കേസ് തെളിയിക്കാൻ നടക്കുക. ഇത്താത്ത വിളിച്ച് പറഞ്ഞ് എന്റെ മൊബൈൽ വേണമെന്ന്. സ്പീഡുള്ള നെറ്റുള്ള മൊബൈൽ ഈ കുടുംബത്തിൽ എന്റെ കയ്യിലല്ലുള്ളൂ. 4G ആണ് 4G. ഒക്കെ എന്റെ ഭ്രാന്തം കളിയാണ്. എന്നാലും ഈ എന്റെ ഫോൺ ഒന്ന് കൊടുക്കി എന്തേ താവുന്നറിയണല്ലോ. ആ മാമന്റെ 4G നല്ല സ്പീഡാണല്ലോ. ഫാസ്റ്റ് ബ്രൗസിംഗ് ആൻഡ് ഫാസ്റ്റ് ഡൗൺലോഡിംഗ്. അല്ല, ഇന്റർനെറ്റിൽ നോക്കിട്ട് എങ്ങനെയാ കേസ് തെളിയിക്കുക? അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്ക് നെറ്റിൽ നോക്കിയാ പോരെ? നെറ്റിൽ നോക്കിയാൽ തട്ടിപ്പുകാരെ കാണാൻ പറ്റില്ല. മാമ പറഞ്ഞത് ശരിയാണ്. പിന്നെ എവിടെ നോക്കിയാ ഈ പൈസ തട്ടിയവരെ പിടിക്കുന്നത്? ചെക്കന്റെ പ്രാന്ത് നോക്കിയിരുന്നാലേ ഞമ്മക്ക് പ്രാന്താവും. നിൽക്കവിടെ. ഉപ്പച്ചിരി ATM കാർഡ് ഉണ്ടാ? അവിടെ മാറിക്ക്. അങ്ങോട്ട് നീങ്ങ്. യു ആർ ദ കൾപ്രിറ്റ്. സത്യം പറ മാമ, ആ 50,000 ഉറുപ്പിക എന്ത് ചെയ്ത്? ഞാൻ എടുത്തിട്ടില്ല. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഈ മൊബൈൽ സൈബർ പോലീസിനെ കാണിച്ച സത്യം തെളിയും. അനക്കത് തട്ട പ്രാന്ത് വിളിച്ചോ? ഇതാ നോക്കി തട്ടിപ്പ് നടത്തിയ വേനൊന്നല്ല കേട്ടോ. വെറുതെ കുടുംബക്കലഹം ഉണ്ടാക്കരുത് റിസ്മോനെ. ഉമ്മച്ചേ, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്നറിഞ്ഞ അന്നു മുതൽ എന്റെ ഉള്ളിലെ സേതുരാമയ്യർ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. കണ്ണിൽപ്പെടുന്ന ആരെയും സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്ന സേതുരാമയ്യർ. മാമ വന്ന അന്നേ ദിവസം മൊബൈൽ റീചാർജ് ചെയ്യാനെന്ന മുഖേന ഫോൺ വാങ്ങി നോക്കിയതും അതിന്റെ ഭാഗമായിരുന്നു. ഓ മാമന്റെ മൊബൈൽ നോക്കി അങ്കെന്താ മനസ്സിലായേ? ഇതിൽ ഇന്റർനെറ്റ് ഇടപാടിൽ ഒരു ATM കാർഡ് നമ്പർ സേവ് ആയി കിടക്കുന്നത് ഞാൻ കണ്ട്. അത് ഉപ്പച്ചിന്റെ കാർഡ് നമ്പർ ആണെന്ന് പരിശോധിക്കലായിരുന്നു അടുത്ത ഘട്ടം. അപ്പൊ അതിന് വേണ്ടിട്ടാക്കി നമ്മളോട് കാർഡ് വാങ്ങിന്? അതെ. എന്നിട്ട് മാമാനെ പോയി കണ്ട് ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്യാനെന്നും പറഞ്ഞ് ഞാൻ ഫോൺ വാങ്ങി പരിശോധിച്ചു. സേവ്ഡ് ആയി കിടക്കുന്ന കാർഡ് നമ്പർ ഇത് തന്നെയായിരുന്നു. തട്ടിപ്പുകാരൻ ഞാൻ അപ്പ തന്നെ കയ്യോടെ പിടിച്ചു. നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് മാമാനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇങ്ങോട്ട് മാറി. ഈയാണോ പൈസ തട്ടിയേ? എന്നോട് ക്ഷമിക്കണം താത്ത. കുറച്ച് സാധനങ്ങള് ഓൺലൈനായി വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാ. അനക്ക് സാധനങ്ങൾ വാങ്ങാൻ നമ്മളെ സമ്പാദ്യം കണ്ടുള്ളൂ. അടിച്ച കള്ളനായി. ബാങ്കിന്റെ പേരും പറഞ്ഞിട്ടല്ല ഈ കള്ളത്തരം കാണിച്ചേ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനത്തെ നെറ്റ് ബാങ്കിങ് തട്ടിപ്പ് നടക്കുന്നുണ്ട് അളിയനെ ഇത്താത്തനെയും ബോധവൽക്കരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ബോധവൽക്കരണം. ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാച്ചിട്ട് എന്താവാനാ ഞങ്ങളോട്? എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എടുത്ത പൈസ അടുത്ത ആഴ്ച ഞാൻ തരല്ലോ. മാമ, അത് നിങ്ങളെപ്പാലും കൊടുത്തോ? കേസ് തെളിയിച്ച വകയില് എനിക്ക് കിട്ടാനുള്ള കിട്ടാൻ ഞാൻ മാമാന്റെ ഫോണായിട്ട് വിൽക്കാൻ പോവുക. ഒരു 10,000 ഉറുപ്പിക എന്തായാലും കിട്ടൂലേ? എനിക്ക് തൽക്കാലം അത് മതി. ഓന് കിട്ടണ്ടേ കിട്ടാൻ വേണ്ടിട്ട് ഓ മൊബൈൽ വിൽക്കട്ടെ. അനക്ക് കിട്ടണ്ടേ നമ്മള് തരട്ടെ.